സ്ത്രീകൾക്കായുള്ള KSRTC സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ തലസ്ഥാനത്തെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ വച്ചാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുക. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 3125 ബസ്സുകളിൽ ഈ സർവീസ് ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാരുടെ അറിവിലേക്കായി കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചില നിർദ്ദേശങ്ങളും പങ്കുവച്ചു. ജൂൺ 15 രാവിലെ 8:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ശേഷം രാവിലെ 9 മണി മുതൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. സൗജന്യയാത്ര നടത്തുമ്പോഴും സാധാരണ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു 0 ടിക്കറ്റ് എടുക്കേണ്ടതാണ്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പുരുഷന്മാർ ആണ് ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ കൂടെ വനിതകൾ ഉണ്ടെങ്കിൽ ആ കാര്യം ടിക്കറ്റ് മെഷീനിൽ എൻട്രി ചെയ്യുന്നതിനു മുൻപ് പറയുക. സൗജന്യയാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് നിലവിൽ ഓർഡിനറിയിലുള്ളതുപോലെ 15 കിലോ ലഗേജ് വരെ സൗജന്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത സ്ഥലം കഴിഞ്ഞാണ് ഇറങ്ങേണ്ടതെങ്കിലും ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിനു മുൻപേ ഇറങ്ങണമെങ്കിലും ആ വിവരം കണ്ടക്ടറെ അറിയിക്കണം. നിങ്ങളുടെ കൂടെ 5 മുതൽ 11 വയസ്സുവരെയുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പണം നൽകിയുള്ള ഹാഫ് ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാർ കൂടെയുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു ടിക്കറ്റ് എടുക്കണം. KSRTCക്ക് നൽകുന്ന ആനുകൂല്യങ്ങള് സ്വകാര്യ ബസ് സർവീസിനും വേണം. മത്സ്യബന്ധനത്തിന് മണ്ണെണ്ണ സബ്സിഡി കൊടുക്കുന്നതുപോലെ ഇന്ധനത്തില് ഇളവ് വേണം. ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കണം. ബസ് സ്റ്റാൻഡുകളിലെ ഫീസ് ഒഴിവാക്കണം. വിദ്യാർത്ഥി യാത്രാനിരക്ക് വർധന, പൊതുയാത്രക്കാരുടെ നിരക്ക് വർധന, ഡീസൽ സബ്സിഡി, ഇൻഷുറൻസ് ഇളവ് എന്നിവ പാക്കേജിൽ വേണമെന്നും ബസ് ഉടമകള് ആവശ്യപ്പെട്ടു.